ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ശ്ലോകം 92-ാമത്തെ ശ്ലോകമായിരുന്നു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് 93-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കും എന്നാണ് പറഞ്ഞത്. 92-ാമത്തെ ശ്ലോകത്തില് കർമ്മ ജന്മാന്തരീയം യൽ പ്രാരബ്ധമിതി കീർത്തിതം തന്തു തത്തു ജന്മാന്തരാഭാവാത് പുംസോ നൈവാസ്തി കർഹിചിത്. അതിൽ ആ ജന്മാന്തരാഭാവാത് എന്നുള്ള കാര്യത്തെയാണ് അടുത്ത ശ്ലോകത്തില് വിശദീകരിക്കാം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു. വേറെ ജന്മമില്ല. ആർക്ക്? ജ്ഞാനി സ്വയം ആ ബ്രഹ്മ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ, ഞാൻ ആത്മാ എന്ന് ജ്ഞാനി തിരിച്ചറിയുമ്പോൾ, അവിടെ പഴയ ജന്മങ്ങളുടെ കർമ്മക്കണക്കൊന്നും അവിടെ വലിയ ജന്മമേ ഇല്ല വേറെ. എന്താ വെച്ചാൽ ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല എന്നും എപ്പോഴും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പൂർണ്ണതയാണ് ആത്മ. അതാണ് നമ്മൾ, ഈ ഞാൻ എന്നുള്ളത് അതാണ് എന്നാണ് അഹം ബ്രഹ്മാസ്മി പറയുമ്പോൾ ഞാൻ ബ്രഹ്മൻ തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ജനനവും മരണവും ഇല്ലാത്ത ആത്മാവിന് എങ്ങനെ പൂർവ്വജന്മങ്ങളുണ്ട്, അതിന്റെ കർമ്മമുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ലല്ലോ. അതാണ് ആചാര്യസ്വാമിയുടെ ഇനി നമുക്ക് വിശദീകരിച്ച് തരാൻ പോകും. ജന്മ അഭാവം എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ചോദ്യം. ജന്മ അഭാവം എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെയാ? പൂർവ്വജന്മങ്ങളിലെ സംസ്കാരം വരും, പൂർവ്വജന്മങ്ങളിലെ കാരണ ശരീരമായിട്ട് വരും. ആ പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പൂർവ്വജന്മങ്ങളിലെ പാപവും പുണ്യവും അനുസരിച്ചുള്ള സുഖവും ദുഃഖവും ഇവിടെ അനുഭവിക്കണം. ഇതെല്ലാമാണ് അതാണ് നമ്മുടെ ഒരു ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കാര്യമാണ് ഉണ്ടാവുക. ആ ഒരു അവസ്ഥയിലേക്ക് പോകാനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളും ഈ പൂർവ്വജന്മം എല്ലാം വെച്ചുകൊണ്ട് അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ജന്മങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് ഈ ഒരു ജന്മത്തോടു കൂടി ആ സത്യത്തെ മനസ്സിലാക്കി സത്യം ജ്ഞാനമനന്തം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഉയർന്ന് സ്വയം ആത്മാ എന്ന് തിരിച്ചറിഞ്ഞ് ആ ജ്ഞാനിക്ക് എന്തെല്ലാം ജ്ഞാനി ഒരു സാക്ഷാത്കാരത്തിൽ നേടുന്നുവോ അതെല്ലാം നമുക്ക് നേടണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആചാര്യസ്വാമി ഈ പറഞ്ഞു തരുന്ന ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ സ്വീകരിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ. എൻ്റെ ജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല, നമ്മുടെ മനസ്സ് അംഗീകരിക്കില്ല. പക്ഷെ നമ്മുടെ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ലെവലിലേക്ക് പതുക്കെ കയറി വന്ന് ആചാര്യസ്വാമി പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സ് കൊണ്ടുവരണം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. എന്താണ് 93-ാമത്തെ ശ്ലോകം? സ്വപ്നദേഹോ യഥാധ്യസ്ഥഃ തഥൈവായം ഹി ദേഹകഃ അധ്യസ്ഥസ്യ കുതോ ജന്മ ജന്മഭാവേ ഹി തത്കുതഃ സ്വപ്നദേഹോ യഥാധ്യസ്ഥഃ തഥൈവായം ഹി ദേഹകഃ അധ്യസ്ഥസ്യ കുതോ ജന്മ ജന്മഭാവേ ഹി തത്കുതഃ. അതാണ് ആ ശ്ലോകം. ജന്മ അഭാവത്തെ വിവരിക്കുന്നു. സ്വപ്നദേഹഃ യഥാ അധ്യസ്ഥഃ. സ്വപ്നദേഹഃ യഥാ അധ്യസ്ഥഃ. സ്വപ്നത്തെ നമ്മുടെ ശരീരം, സ്വപ്നത്തില് നമ്മൾ ഒരു ശരീരം
ഉണ്ടല്ലോ, നമുക്ക് സ്വപ്നം കാണുന്നത് ശരീരത്തിലാണ്. ആ സ്വപ്ന ശരീരം അധ്യസ്ഥമായതാണ്, ഏറ്റിവെച്ചതാണ്, നമ്മളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ശരീരമാണ്. ഈ സ്ഥൂല ശരീരമല്ലല്ലോ അത്. സ്വപ്നത്തിലെ സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരമല്ല. ഇവിടെ ചിലപ്പോൾ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിറം കുറവായിരിക്കാം, പല കാരണങ്ങളും ഉണ്ടാകാം, കാണാൻ ഭംഗിയില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഭംഗിയുള്ളതായിരിക്കാം. പക്ഷെ സ്വപ്നത്തിൽ വരുന്നതെല്ലാം വേറൊരു രീതിയിലായിരിക്കും. അവിടെ ചിലപ്പോൾ നല്ല സുന്ദരനായിട്ടായിരിക്കും, ചിലപ്പോൾ വിരൂപനായിരിക്കും, ചിലപ്പോൾ യാചകനായിട്ടായിരിക്കും, ചിലപ്പോൾ രാജാവായിട്ടായിരിക്കും. അപ്പൊ സ്വപ്നത്തിലെ ശരീരം ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് അധ്യസ്ഥമാണ്, ഏറ്റിവെച്ചതാണ് എന്നിവിടെ ആചാര്യസ്വാമി പറയുന്നു. നാം കൽപ്പന ചെയ്യുന്നതോ, നമ്മൾ അവിടെ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ദേഹം, കൽപ്പന ചെയ്ത ദേഹമാണ്. ഇങ്ങനെ കൽപ്പനയിൽ അധ്യാസം ചെയ്ത ദേഹത്തിന്, സ്വപ്നത്തിലെ ദേഹത്തിന് ജന്മം പറയാൻ പറ്റുമോ നമുക്ക്? എത്ര ജന്മമാണ് ഈ ശരീരത്തിന് ഉണ്ടായിരുന്നേ, അതിന്റെ പൂർവ്വജന്മത്തില് ആ ശരീരത്തിന് എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഈ ശരീരം എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നത്തിലെ ശരീരത്തിന് നമുക്ക് ജന്മങ്ങളുടെ കണക്കൊന്നും പറയാൻ പറ്റില്ല. അത് അധ്യാസം ചെയ്തുണ്ടാകുന്നതാണ്, കൽപ്പന ചെയ്തുണ്ടാകുന്നതാണ്. അതിന് മുൻ ജന്മങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല, ഇനിയൊരു ജന്മങ്ങളുടെ കാര്യവും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഉണ്ടാകുന്നു, അപ്പൊ പോകുന്നു. അതുപോലെ വേദാന്തത്തിലുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണം കയർപാമ്പ്. കയർപാമ്പ് എന്നുള്ള ഉദാഹരണത്തില് കയറില് ഇരുണ്ട വെളിച്ചത്തിൽ പാമ്പിനെ അധ്യാസം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പാമ്പുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് പാമ്പിനെ കാണും. ഇവിടെ ആ അധ്യാസം ചെയ്ത പാമ്പിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറ്റൂ? ആ പാമ്പ് എന്നാണ് അവിടെ ജനിച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ പാമ്പിന്റെ ജനനം എപ്പോഴാ? നമ്മുടെ അജ്ഞാനമാണ് ആ പാമ്പിന്റെ ജനനം. നമ്മൾ അജ്ഞാനിയായതുകൊണ്ടാണ് ആ കയറിലെ പാമ്പിനെ കണ്ടത്. അപ്പൊ അതിന് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പറയാൻ പറ്റില്ല പാമ്പിന്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എക്സ്പയറിയും പറയാൻ പറ്റില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് അവിടെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റും പറയാൻ പറ്റില്ല. രണ്ടുമില്ല. അജ്ഞാനം കൊണ്ടുണ്ടായി, ജ്ഞാനം വരുമ്പോ പോയി, അത്രേ പറയാൻ പറ്റും. സ്വപ്നത്തില് ശരീരം നമ്മൾ കൽപ്പിച്ചെടുത്തു, അത് അധ്യാസം ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ സ്വപ്നത്തിലെ ശരീരം അധ്യാസം ചെയ്തതാണ്, കൽപ്പന കൊണ്ട് അധ്യാസം ചെയ്തതാണ്. അതുപോലെ ഇപ്പോഴത്തെ ഈ ശരീരവും, വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, ഇപ്പോഴത്തെ ഈ ശരീരവും, ഈ സ്ഥൂല ശരീരം, ഇത് കൽപ്പനയാണ്. ഇപ്പോഴത്തെ ഈ ശരീരം, എല്ലാ ശരീരവും, സ്ഥൂല സൂക്ഷ്മം ഒക്കെ, ഇതൊക്കെ കൽപ്പനയാണ്, അധ്യാസമാണ് എന്ന് ജ്ഞാനി അറിയൂ. വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഇപ്പോഴത്തെ ഈ ശരീരങ്ങളും കൽപ്പനയാണ്, അധ്യാസം ചെയ്തതാണ് എന്ന് ജ്ഞാനി അറിയുന്നു. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മൾ ജ്ഞാനിയായിട്ടില്ലല്ലോ, നമ്മൾ അജ്ഞാനിയായിട്ടിരിക്കുക. അജ്ഞാനിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെയാ ഉൾക്കൊള്ളാൻ പറ്റുക? അതൊന്നും ശരിയാകത്തില്ല, അതൊക്കെ പറയാമെന്നല്ലാതെ എന്നല്ലേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയും, പുസ്തകത്തിൽ ഇപ്പൊ പലതൊക്കെ എഴുതി വെച്ച് കാണും, ശാസ്ത്രമൊക്കെ പറയും. എന്തായി പറയണം? ഇതൊക്കെ അധ്യാസം ചെയ്യും. സ്വപ്നത്തിലെ ശരീരം പോലെയാണോ ഈ ശരീരം? ഞാൻ എന്തെല്ലാം ഇവിടെ അനുഭവിക്കുന്നു. സ്വപ്നം പോട്ടെ, അത് ഒരു ശകലം നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇതിപ്പോ വർഷങ്ങൾ എത്രയും അനുഭവിച്ചു തുടങ്ങിയിട്ട്, എന്ന് ജനിച്ചതാണ്, നല്ല കഥയായി, 10-60 വർഷമായിട്ട് 70 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഇത് അധ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് ജ്ഞാനം എളുപ്പമല്ല എന്ന് പറയുന്നതിന്റെ കാര്യം. എന്താ, നമുക്ക് ജന്മങ്ങളുണ്ടല്ലോ. നമ്മൾ ഞാൻ എന്ന ഈ ശരീരമായിട്ട് ബന്ധിപ്പിച്ചിരുന്നത് കൊണ്ട് നമുക്ക് കോടി ജന്മങ്ങളുണ്ട്, പൂർവ്വജന്മങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മനസ്സിനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ എളുപ്പമല്ല. പക്ഷേ സാക്ഷാൽ പരമശിവൻ ഗുരുവായി വന്ന് അവതരിച്ച് ശങ്കരാചാര്യസ്വാമികള് നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് ഒരു സത്യം നമുക്ക് പറഞ്ഞു തരികയാണ്. മക്കളെ, സ്വപ്നത്തിലെ ശരീരം പോലെ തന്നെയാണ് നിങ്ങളിപ്പോ ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരവും. ഇതും അധ്യാസം ചെയ്യപ്പെട്ടതാണ്, ഒറിജിനൽ ഒന്നുമല്ല. ഇത് അധ്യാസം ചെയ്യപ്പെട്ടതാണ്. കയറിലെ പാമ്പിനെ അധ്യാസം ചെയ്ത പോലെ നിങ്ങളും
അധ്യാസം ചെയ്തു വെച്ചിരിക്കുകയാണ് മക്കളെ. അതിൽ നിന്ന് ഉണരൂ എന്ന് ആചാര്യസ്വാമി പറഞ്ഞു തരികയാണ്. അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള ആ സ്നേഹം മൂലം എല്ലാവരും സംസാര സാഗരത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹം, എല്ലാവരും ഈ വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് മോചിതരാവട്ടെ, നിത്യാനന്ദം അനുഭവിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോ അധ്യാസമാണ് എന്ന് ജ്ഞാനി അറിയും. അപ്പൊ നമ്മളറിയും എപ്പോ? നമുക്ക് ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മൾ അറിയും. അതുവരെ നമ്മൾ ഈ കൺഫ്യൂഷനിലായിരിക്കും. ആ കൺഫ്യൂഷൻ മാറ്റാൻ എന്ത് വേണം? ഇതില് വിശ്വാസം ഉറയ്ക്കണം. ആ വിശ്വാസം ഉറച്ച് സാധന ചെയ്യുമ്പോൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തും. അന്ന് നമുക്കത് ബോധ്യമാകും. അതിനാൽ ജന്മം ഇല്ല. ഈ ശരീരം, നമ്മൾ ഈ കാണുന്ന ഈ സ്ഥൂല ശരീരവും അധ്യാസം ചെയ്യപ്പെട്ടതായതിനാൽ അതിന് ജന്മം ഇല്ല. പൂർവജന്മത്തിലെ കാര്യങ്ങളൊന്നും ഇവിടെ വരില്ല. ഇവിടെ അതായത് എന്താ പറഞ്ഞു വന്നത്? നേരത്തെ എന്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്? ഏത് കർമ്മത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്? പ്രാരബ്ധ കർമ്മത്തിന്റെ കാര്യം. ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ആര്? ആചാര്യസ്വാമികൾ. അപ്പോ ജന്മമില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രാരബ്ധമുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. യഥാ സ്വപ്ന ദേഹ അധ്യസ്ഥ, എങ്ങനെയാണോ സ്വപ്നത്തിലെ ദേഹം അധ്യാസം ചെയ്യപ്പെട്ടിരിക്കുന്നത്, തഥാ ഏവ അയം ഹി ദേഹക, തഥാ ഏവ അയം ഹി ദേഹക, അതുപോലെ തന്നെയാണ് ഈ ശരീരം, അതുപോലെ തന്നെയാണ് ഈ ശരീരം. എന്നിട്ട് ചോദിക്കുന്നു, അധ്യസ്ഥസ്യ, അധ്യാസം ചെയ്യപ്പെട്ട ആ ശരീരത്തിന് കുതോ ജന്മ, അതിനെന്ത് ജന്മം? അധ്യാസം ചെയ്യപ്പെട്ട അതിന് ജന്മമുണ്ടോ? നേരത്തെ പറഞ്ഞ പാമ്പിന് എപ്പോഴാണ് പാമ്പിന്റെ ഡേറ്റ്, ജനിച്ച ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അജ്ഞാനമാണ്. അതുപോലെ അധ്യാസം ചെയ്യപ്പെട്ട ഈ ശരീരത്തിന് ജന്മം പറയാൻ പറ്റുമോ? പറ്റില്ല. ജന്മ അഭാവ തത് കുതഃ, ജന്മ അഭാവേ തത് കുതഃ, ജന്മ അഭാവത്തിൽ, തത് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാരബ്ധം, ജന്മ അഭാവത്തിൽ തത് കുതഃ, ഇവിടത്തെ തത് എന്നുള്ളതിന് പ്രാരബ്ധം. എങ്ങനെ പ്രാരബ്ധം വരും? ജന്മമേ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ പ്രാരബ്ധം വരും? അതുകൊണ്ട് ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല. ജ്ഞാനത്തിനാൽ എന്തറിയുന്നു? ഈ ശരീരം അധ്യാസം ചെയ്യപ്പെട്ടതാണെന്നറിയുന്നു. ഞാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഞാൻ എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ട്, ഇനിയും ഉണ്ടാവും. അപ്പോ ആ ഒരു പ്രാരബ്ധകർമ്മം എനിക്ക് ഇല്ല എന്ന് ജ്ഞാനിക്ക് അറിയാം. നമ്മൾ അജ്ഞാനിയായ കാരണം നമ്മൾ എല്ലായിടത്തും പ്രാരബ്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജ്ഞാനിക്കും പിന്നെ നമ്മൾ കാണുന്നതല്ലേ അങ്ങേരുടെ ശരീരം, നമ്മൾ ആ ശരീരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് പ്രാരബ്ധമുണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ, ചുമക്കുന്ന കണ്ടില്ലേ, എന്തോ ബുദ്ധിമുട്ടുണ്ട്, നടക്കുന്ന കാണുമ്പോ അതാ കാലിൽ നീരുണ്ട്, അല്ലെങ്കിൽ കണ്ണ് കാണാൻ മേല, ചെവി കേൾക്കാൻ മേല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പ്രാരബ്ധം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. പാവം, എന്ത് ജ്ഞാനിയായിട്ട് എന്ത് കാര്യം എന്ന് നമ്മൾ അടിച്ചുവിടും. നമ്മൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ജ്ഞാനിക്കറിയാം അതിന്റെ സത്യാവസ്ഥ. അദ്ദേഹം ആ ആനന്ദത്തിലാണ്. നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ ജ്ഞാനം മാറുമ്പോ നമുക്കറിയാം. അപ്പോ ജന്മമേ ഇല്ല എങ്കിൽ എങ്ങനെ പ്രാരബ്ധം ഉണ്ടാകും? ഇതാണ് ആചാര്യസ്വാമി ഇവിടെ പറഞ്ഞ കാര്യം. ആദ്യ ശരീരം എപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല, അതും അധ്യാസമാണ്. അതുകൊണ്ട് ആദ്യ ശരീരം എന്ന് പറയാൻ പറ്റില്ല. കാരണം അധ്യാസത്തിന് ആദ്യം പറയാൻ പറ്റുമോ? അധ്യാസത്തിന് തുടക്കം പറയാൻ പറ്റുമോ? ഇല്ല. അജ്ഞാനത്തിന് നേരത്തെ നമ്മൾ പഠിച്ചു, അജ്ഞാനം എപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ജനിച്ചപ്പോഴേ അജ്ഞാനത്തെ ജനിക്കുന്നത്, പിന്നെ എങ്ങനെയാ പറയാൻ പറ്റണേ? അപ്പോ ഇപ്പോൾ അകത്താണ്. എങ്ങനെ ഇപ്പൊ ഒരു ഇതിനകത്ത് പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അകത്താണ്, എങ്ങനെ പുറത്ത് കിടക്കും എന്നാണ് ആലോചിക്കേണ്ടത്, അല്ലെ? ഒരു എവിടെയെങ്കിലും ഒന്ന് പെട്ടു കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും ഒരു ഗുഹയ്ക്കകത്തോ ഒരു വലിയ സ്ഥലത്തിനകത്ത് പെട്ടു, എങ്ങനെ പുറത്ത് കിടക്കാം എന്നാണ് നമ്മൾ ആലോചിക്കുക. അതാണല്ലോ ആലോചിക്കേണ്ടത്. എപ്പോഴും അകത്ത് പെട്ടത് എങ്ങനെയാന്ന് ആലോചിച്ചിട്ട് യാതൊരു വിശേഷവും ഇല്ല.
ഇല്ലേ? ഒരു പ്രശ്നത്തിനകത്ത് പെട്ടിട്ട് അത് എങ്ങനെ പെട്ടു എന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ള ആലോചിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഇപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് നൂല് നൂല് കോർക്കാനായിട്ട് എടുക്കുന്നു. അപ്പൊ നൂല് കണ്ടമാനം കെട്ടുപണഞ്ഞ് കിടക്കുന്നു, എടുത്ത നൂല്. സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആരാ ഇതൊക്കെ കെട്ടുപിടിച്ച് ഇങ്ങനെ നാശാക്കിയെന്ന് നമ്മൾ ചോദിക്കും. നോർമലാണ്, എന്തിനാണെങ്കിലും ശരിയാ. ആരാ ഇത് കെട്ടുപിടിപ്പിച്ചേ? ആരാണിത്? ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ. ഈ നൂല് ആരെങ്ങനെ കെട്ടുപണച്ചിട്ടെ? എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇത് ആരിത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മാർഗമല്ല ആദ്യം ആലോചിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ കാര്യം. ആ നൂലിലെ കെട്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് ആ കെട്ട് മാറ്റി നമുക്ക് അത് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കുറെ ഡയലോഗ് ഇതാരെങ്ങനെ ചെയ്തേ എന്നുള്ളതിനെ കുറിച്ച്, എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയും. അത്രയും സമയം അതിന് കളയേണ്ട കാര്യമില്ല. അത്രയും സമയം ഉണ്ടെങ്കിൽ അത് അയക്കാൻ ചിലപ്പോൾ. ഇത് നോർമൽ സാധാരണ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ഏത് പ്രശ്നം വന്നാലും ആദ്യം ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലുള്ള കുറെ സമയം അതിന് കളയും. എന്നിട്ടാണ് സൊല്യൂഷന് വേണ്ടി പോകുന്നത്. അതുപോലെ ആകരുത് ഇവിടെ. എപ്പോഴാണ് അത്യാവശ്യം ഉണ്ടായതെന്ന് തപ്പിക്കണ്ട, എപ്പോഴാണ് ഇത് സംഭവിച്ചത് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് പുറത്തു കിടക്കുക, എത്രയും പെട്ടെന്ന് ആത്മസാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇപ്പോ ആചാര്യസ്വാമി ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ശ്ലോകം കൊണ്ട് ഇത്രയും കാര്യമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഈ ജന്മം, ഇപ്പൊ നമ്മൾ ഈ ശരീരം, ഇത് അധ്യാസമാണ്, ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 94-ാമത്തെ ശ്ലോകം. ഉപാദാനം പ്രപഞ്ചസ്യ മുദ്ഭാണ്ഡസ്യേവ കഥ്യത്തെ. ഉപാദാനം പ്രപഞ്ചസ്യ മൃദ്ഭാണ്ഡസ്യേവ കഥ്യത്തെ. മൃദ്ഭാണ്ഡസ്യേവ കഥ്യത്തെ. അജ്ഞാനഞ്ചൈവ വേദാന്തൈ തസ്മിന്നഷ്ടേ ക്വ വിശ്വതാ. ഉപാദാനം പ്രപഞ്ചസ്യ മൃദ്ഭാണ്ഡസ്യേവ കഥ്യത്തെ. അജ്ഞാനഞ്ചൈവ വേദാന്തൈ തസ്മിന്നഷ്ടേ ക്വ വിശ്വതാ. എന്താണ് ഈ ശ്ലോകത്തില്? വേറൊരു ന്യായം കൂടെ പറയാണ് ഇവിടെ. ഒരു വഴി കൂടി ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് ആചാര്യസ്വാമി പറയുന്നു. വേറൊരു ന്യായം വഴിക്ക് എന്താണെന്ന് നോക്കാം. കാരണനാശേ കാര്യനാശ. കാരണനാശേ കാര്യനാശ. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണത്തെ നശിപ്പിച്ചാൽ കാര്യവും നശിക്കും. കാരണത്തെ നശിപ്പിച്ചാൽ കാര്യവും നശിക്കും. നമ്മുടെ കയ്യില് ഒരു തുണി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് കാരണം എന്താണ്? അതിന്റെ നൂലാണ്, അല്ലെ? നൂലാണ് തുണിയുടെ കാരണം. സാറേ, സാറേ എല്ലാവർക്കും വോളിയം കുറവാണോ, ഡൗൺ ആണോ? ഒരു പ്രശ്നമുണ്ട്, തുടക്കം പറയണോ? വോളിയം ഉണ്ട്, നല്ല ഉണ്ടോ? സുരേഷിന്റെ അവിടുത്തെ പ്രോബ്ലം സുരേഷ് എന്നായിരിക്കും. ഓക്കെ 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 സാറാം. അപ്പോ കാരണനാശേ കാര്യനാശ. കാരണത്തെ നശിപ്പിച്ചാൽ കാര്യവും നശിക്കും. നമ്മുടെ കയ്യില് ഒരു തുണി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് കാരണം നൂലാണ്. ആ നൂലെല്ലാം സെപ്പറേറ്റ് ചെയ്താൽ പിന്നെ അവിടെ തുണി അവശേഷിക്കുമോ? ഇല്ല. നൂലിനെല്ലാം സെപ്പറേറ്റ് ചെയ്താൽ പിന്നെ അവിടെ തുണിയില്ല. ഇതേ ഒരു ന്യായത്തിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്മുടെ സംസാരത്തിന് കാരണം എന്താണ്? നമ്മളിപ്പോൾ സംസാരിയാണ്. നമ്മളിപ്പോൾ സംസാരി ആയിരിക്കുന്നതിന് കാരണം എന്താണ്? വളരെ സിമ്പിളാണ്, അജ്ഞാനം, അല്ലെ? നമ്മുടെ ഈ സംസാരത്തിന് കാരണം അജ്ഞാനം. അപ്പോ അജ്ഞാനത്തെ നശിപ്പിച്ചാൽ കാര്യമായ സംസാരം നശിക്കും.
അജ്ഞാനത്തെ നശിപ്പിച്ച, കാരണം അജ്ഞാനമാണ് കാരണം. ആ കാരണത്തെ ഇല്ലാണ്ടായാൽ അടുത്തതില്ലാണ്ടാവൂലോ. അജ്ഞാനത്തെ നശിപ്പിച്ചാൽ കാര്യമായ സംസാരവും ഇല്ലാതെ ഉണ്ടാവും. അതായത് ജന്മം, ദുഃഖം മുതലായവ ഒന്നും ഉണ്ടാവില്ല, പിന്നെ സംസാരമേ ഇല്ല. ഉപാദാനം പ്രപഞ്ചസ്യ, അതാണ് തുടങ്ങുന്നത്. ഉപാദാനം പ്രപഞ്ചസ്യ, പ്രപഞ്ചത്തിന്റെ മൂലകാരണം, പ്രപഞ്ചത്തിന്റെ മൂലകാരണം. ഇവിടെ പറയാൻ പോകുന്ന ഉപാദാനം എന്താണെന്നറിയാവോ? മൃത്, കളിമൺ പോലെ എന്ന് പറയും. മൃത് ഭാണ്ഡസ്യ, അതായത് കളിമൺ എങ്ങനെയാണോ പാത്രത്തിന് ഉപാദാനമായിരിക്കുന്നത്, അല്ലെ? കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ പാത്രത്തിന് കളിമൺ ഉപാദാനം. അപ്പോ ആ കളിമൺ എങ്ങനെയാണോ പാത്രങ്ങൾക്ക് ഉപാദാനമായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നാം ഏത് ഉപാദാനം പറയുന്നുവോ, പ്രപഞ്ചത്തിലെ ഏത് ഉപാദാനത്തെ നമ്മൾ പറയുന്നുവോ, ആ ഉപാദാനത്തെ നശിപ്പിച്ചാൽ പിന്നെ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഉപാദാനത്തെ, പ്രപഞ്ചത്തിന്റെ ഉപാദാനം ഏതാണ്? ഉപാദാനം പ്രപഞ്ചസ്യ, ഇതുപോലെ മൃത് ഭാണ്ഡസ്യേവ കഥ്യതേ. ഇവിടെ ഭാണ്ഡം എന്ന് പറയുമ്പോൾ പാത്രമാണ് ഉദ്ദേശിക്കുന്നത്, പാത്രങ്ങൾ. പാത്രത്തിന് കളിമണ്ണ് പോലെ പ്രപഞ്ചത്തിന് ഏത് ഉപാദാനമാണോ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്, ആ ഉപാദാനത്തെ നശിപ്പിച്ചാൽ എന്തുണ്ടാവും? അസംസാരമില്ലാതെ ഉണ്ടാവും. മനസ്സില് ഇവിടെ നമുക്കൊരു ചെറിയൊരു കുഴപ്പം വരും. പ്രപഞ്ചത്തിന് ഉപാദാനം ബ്രഹ്മമല്ലേ എന്നൊരു തോന്നലുണ്ടാകും. ബ്രഹ്മമല്ലേ ഉപാദാനം എന്നാണ് നമുക്ക് തോന്നുക. അപ്പോ പ്രപഞ്ചത്തിന് ഉപാദാനം ബ്രഹ്മമല്ലേ, അതിനെ എങ്ങനെ നശിപ്പിക്കും? ഇതാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന സംശയം. പ്രപഞ്ചത്തിന് ഉപാദാനം ബ്രഹ്മമല്ലേ, അതിനെ എങ്ങനെ നശിപ്പിക്കും? ആചാര്യസ്വാമി പറയുന്നത്, പാത്രത്തിന് കളിമൺ ഉപാദാനം എന്നതുപോലെ പ്രപഞ്ചത്തിന്റെ ഉപാദാനത്തെ നശിപ്പിച്ചാൽ പൊന്നെ ഒന്നും ശേഷിക്കില്ല എന്ന്. അപ്പോൾ എന്താണ് പ്രപഞ്ചത്തിന്റെ ഉപാദാനം എന്നിവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും ഇവിടെ ഉപാദാനമായിട്ട് ഉദ്ദേശിച്ചത്? പ്രപഞ്ചത്തിന്റെ ഉപാദാനം ബ്രഹ്മമായിട്ടാണോ ഇവിടെ ഉദ്ദേശിക്കുക? ഒരിക്കലുമല്ലല്ലോ. അജ്ഞാനം ചൈവ വേദാന്തൈഹി തസ്മിൻ നഷ്ടേ ക്വ വിശ്വത. അജ്ഞാനം ച, ആ ഉപാദാനം അജ്ഞാനമാണ്. പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണമായിട്ട് പാത്രത്തിന്റെ ഉപാദാനമായി കളിമണ്ണിനെ കാണുന്ന പോലെ പ്രപഞ്ചത്തിന്റെ ഉപാദാനമായി അജ്ഞാനത്തെ കാണണം. അറിവില്ലായ്മയാണ് പ്രപഞ്ചം. നേരത്തെ അല്ലേ പ്രപഞ്ചം മിഥ്യ, ജഗത് മിഥ്യ എന്നുള്ള കാര്യം പഠിച്ചപ്പോ എല്ലാം ഇഷ്ടംപോലെ നമ്മൾ ഈ ഭാഗം ചിന്തിച്ചതാണ്. ജഗത് മിഥ്യ, ജഗത് മിഥ്യ. ഒത്തിരി സമയം അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ശ്ലോകങ്ങൾ പഠിച്ചു ജഗത് മിഥ്യ പഠിക്കാനായി. അപ്പോ അവിടെ എല്ലാം പറഞ്ഞു ഇതെല്ലാം അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്, അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്, എല്ലാം കയറ്റി വെക്കുന്നതാണ്, നമ്മൾ സങ്കല്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് എന്താണ്, അയ്യോ ഉപാദാനം ബ്രഹ്മമല്ലേ, എന്താണ് ആചാര്യസ്വാമി ഇങ്ങനെ പറയണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. അതും അജ്ഞാനം കൊണ്ടാണ്. അത് അജ്ഞാനം കൊണ്ടാണ് തന്നെയാണ് നമുക്ക് തോന്നുന്നേ. പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണം ബ്രഹ്മമല്ലേ, പിന്നെ എന്താ അങ്ങനെ പറയണേ, ബ്രഹ്മത്തെ നശിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ പറയുന്നു ആചാര്യസ്വാമി ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മൃത് ഭാണ്ഡസ്യ എന്ന് പറഞ്ഞു, പാത്രങ്ങളെ പോലെ. അപ്പോ പെട്ടെന്ന് ആചാര്യസ്വാമി എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് തോന്നാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നതല്ല, വേദാന്തൈ കഥ്യതേ, വേദാന്തൈ കഥ്യതേ എന്ന് അദ്ദേഹം അവിടെ പറയുന്നു. വേദാന്തമാണിത് പറയുന്നത്, വേദാന്തികളാൽ പറയപ്പെടുന്നു. തസ്മിൻ നഷ്ടേ ക്വ വിശ്വത. തസ്മിൻ, ആ ഉപാദാന കാരണമായ അജ്ഞാനം, നഷ്ടേ നശിക്കുമ്പോൾ, ക്വ എവിടെ, വിശ്വത വിശ്വം.
തസ്മിൻ നഷ്ടേ ക്വ വിശ്വത. തസ്മിൻ ആ ഉപാദാന കാരണമായ അജ്ഞാനം, ഉപാദാനമായ അജ്ഞാനം നഷ്ടേ നശിക്കുമ്പോൾ ക്വ എവിടെ വിശ്വത വിശ്വം. അപ്പോ ഉപാദാനമായ അജ്ഞാനം നശിച്ചാൽ പിന്നെ എവിടെ ലോകം? ഇതാണ് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം. ഇത് തന്നെയാണ്. ജഗത് മിഥ്യ എന്നുള്ള സംഭവം വരുമ്പോ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ അവിടെ. ജഗത് മിഥ്യ എന്ന് പറയുമ്പോ പിന്നെ ഈ വക കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോ ലോകമില്ല, പിന്നെ കർമ്മഫലം എവിടെ? ജഗത് മിഥ്യ എന്നുള്ളത് ഉറച്ച് ഒരു ജ്ഞാനി ഉറച്ചു കഴിയുമ്പോ ജ്ഞാനിക്ക് പിന്നെ കർമ്മമില്ല, കർമ്മഫലങ്ങളോ ഒന്നുമില്ല അവിടെ. ലോകമേ ഇല്ല, പിന്നെ എങ്ങനെ കർമ്മം ഉണ്ടാകുന്നേ? കർമ്മഫലം എങ്ങനെ പിന്നെ ഉണ്ടാവും? ലോകമില്ല, കർമ്മമില്ല, കർമ്മഫലവും ഇല്ല, ഒന്നുമില്ല. ഒന്ന് മാത്രം, സച്ചിദാനന്ദം മാത്രം. എപ്പോഴും ആനന്ദം മാത്രം, വേറൊന്നുമില്ല. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയായിരിക്കുന്നു സർവാത്മകത്വം. കുറെ പഠിച്ചു നമ്മൾ സർവാത്മകത്വത്തിന്. ആ സർവാത്മഭാവത്തിലിരിക്കുകയാണ്. സർവാത്മഭാവത്തെ ആണ് ഇരിക്കുന്നത് ജ്ഞാനി. അവിടെ ഒന്നുമില്ല, ജന്മങ്ങളില്ല. ഇപ്പൊ ഈ അജ്ഞാനം നീങ്ങുമ്പോൾ വേറെ ഒന്നുമില്ല. അതാണ് അടുത്തൊരു രീതിയിൽ കൂടെ പറയാണ്. നേരത്തെ പറഞ്ഞത് ജന്മഭാവം കൊണ്ട് പറഞ്ഞു, ഇപ്പൊ പറയുന്നത് അജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ചം തോന്നുന്നത്. പ്രപഞ്ചത്തിന്റെ ആണ് ലോ ഓഫ് കർമ്മയും അതിന്റെ കാര്യങ്ങളും പാപപുണ്യവും ഇതെല്ലാം വരുന്ന എവിടെയാണ്? ലോ ഓഫ് കർമ്മം ഒക്കെ പ്രപഞ്ചത്തിന്റെ രീതിയിൽ വരുമ്പോഴാണ്. അപ്പോ അജ്ഞാനം മാറുമ്പോ പ്രപഞ്ചമേ ഇല്ല. അജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ചം ഫീൽ ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞു, ജഗത് മിഥ്യ എന്നുള്ളത് പഠിച്ചപ്പോ ധാരാളം ഉദാഹരണങ്ങൾ ആചാര്യസ്വാമി അതിന് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ അജ്ഞാനം ച എന്ന ഒരു വാക്ക് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അജ്ഞാനം ച, അജ്ഞാനവും. അജ്ഞാനവും ഉപാദാന കാരണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. അജ്ഞാനം ച എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അജ്ഞാനവും എന്നാണ്. അജ്ഞാനവും ഉപാദാന കാരണം എന്നാണ്. ഉപാദാന കാരണം ആണ് നമ്മൾ കളയേണ്ടത്. അജ്ഞാന രൂപമായ ഉപാദാനം എന്തിനു കളയണം? അജ്ഞാന രൂപമായ ഉപാദാനത്തെ ആണ് കളയേണ്ടത്. അജ്ഞാനവും ഒരു ഉപാദാന കാരണമാണ് എന്ന് വേദാന്തികൾ പറയും. ഇപ്പോ ഇത് മനസ്സിലാക്കാനായിട്ട് കളിമണ്ണ് തന്നെ ഉദാഹരണം ഒന്നുകൂടെ നമുക്ക് എടുക്കാം. നമ്മൾ ഒരു വലിയ കളിമൺ ബോൾ, വലിയൊരു കളിമൺ ബോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരു ബോളിന്റെ ഷേപ്പിൽ. അതിൽ നിന്ന് ഓരോ പാത്രങ്ങള് പല ഷേപ്പില് ആ ബോളിൽ നിന്ന് കളിമണ്ണെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നു. ഇപ്പോ ഈ കളിമണ്ണില് രണ്ട് തത്വം ഉണ്ട്. ഈ കളിമണ്ണിൽ ഇപ്പോ കുറെ വലിയൊരു ബോള് പോലെയുള്ള കളിമണ്ണ്, അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വേറെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് തത്വം ഉണ്ട്. ഒന്ന് കളിമൺ ഉപാദാന കാരണം എന്നത് ഒരു തത്വം, കളിമൺ ഉപാദാന കാരണം. രണ്ട് കളിമണ്ണിന്റെ ആ റൗണ്ട് ഷേപ്പ്. ആദ്യത്തെ ബോൾ എന്ന് പറഞ്ഞല്ലോ, ആ ബോളിന്റെ ഷേപ്പ്. ആ ഷേപ്പിനെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോ പല പല പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ആ വലിയ ബോളായിട്ടിരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. ആ ഷേപ്പിനെ മാറ്റിയിട്ടാണ്, അതിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഷേപ്പ് പോകുമല്ലോ, അതിൽ നിന്ന് കുറെ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഷേപ്പ് പോവും. അതിനെ മാറ്റിയിട്ടാണ് നമ്മൾ വേറെ ഷേപ്പിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പല പല ഫോംസ് അവിടെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ രണ്ട് ഉപാദാനങ്ങളുണ്ട്. ആ ഷേപ്പിനെ മാറ്റി പല പല പാത്രങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് അതിന്റെ ഷേപ്പ്, ഒന്ന് കളിമൺ എന്നുള്ള ഉപാദാന കാരണം. ഇങ്ങനെ രണ്ട് ഉപാദാനങ്ങൾ കണ്ടു. ആ ഫോം ആണ് പല ഫോമായി മാറിയത്. ഏത് ഫോം? വലിയ ബോൾ എന്നുള്ള ആ ഫോം ആണ് ഇപ്പോ പല ഫോമായിട്ട് മാറിയത്. അതുപോലെ ബ്രഹ്മം ഒരു വിധമായ ഉപാദാന കാരണം തന്നെയാണ്. അതിനെയല്ല മാറ്റാൻ പറഞ്ഞേ. ബ്രഹ്മം ഒരു വിധമായ ഉപാദാന കാരണം. കളിമണ്ണിന്റെ ഫോം അതാണ് മായ. ബ്രഹ്മം ഒരു ഉപാദാന കാരണം. അതിന്റെ ആ ബ്രഹ്മം എന്തിനുപയോഗിച്ചാണ് സൃഷ്ടിയും പ്രപഞ്ചവും ഉണ്ടാക്കിയത്? മായ. മായ നമ്മളിൽ എന്തേൽപ്പിച്ചു? അജ്ഞാനം നമുക്ക് ആര് തന്നു? മായ തന്നതാണ് ഈ അജ്ഞാനം.
മായ, അത് തന്നെയാണ് അജ്ഞാനം. അപ്പൊ ബ്രഹ്മത്തെ അല്ല അവിടെ മാറ്റേണ്ടത്, ബ്രഹ്മത്തിന്റെ തന്നെ ആ ശക്തിയായ മായയെ ഉപയോഗിച്ചാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. നമ്മുടെ മുമ്പിൽ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് ആ മായ കൊണ്ടാണ്. അതാണ് അജ്ഞാനം. മായ എന്ന് പറഞ്ഞാൽ അജ്ഞാനം തന്നെ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഈ ഒരു സ്റ്റേജിലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മായ വേറെ അജ്ഞാനം വേറെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത്രയും പഠിച്ചത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. മായ 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 എന്ന് പറയുന്നത് അജ്ഞാനം തന്നെയാണ്. ജഗദീശ്വര മായയെ നീക്കി തരൂ എന്ന് പറയുമ്പോൾ അജ്ഞാനം മാറണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ മായ നീങ്ങിയാൽ എന്തായി? പിന്നെ ആ മായാവിയുടെ കൂടെയാണ് നമ്മൾ, അല്ലെ? മായാവിയല്ലേ മായയെ സൃഷ്ടിച്ചാണ്. മായാവിയാണ് മായയെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാവും? പിന്നെ മായാവിയുടെ കൂടെയാവും. മായാവിക്ക് മാത്രമേ ആ മായയെ മാറ്റി കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോ ബ്രഹ്മം എന്ന ഉപാദാന കാരണത്തെ അല്ല ഇവിടെ നീക്കാൻ പറഞ്ഞത്, മായ അഥവാ അജ്ഞാനം എന്ന ഉപാദാന കാരണത്തെ. അപ്പൊ എങ്ങനെ രണ്ട് ഉപാദാനം എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞ് കളിമണ്ണിന്റെ ഉദാഹരണം പറഞ്ഞത്. വലിയ ഒരു ബോൾ ഷേപ്പിലുള്ള കളിമണ്ണ്, ആ ബോൾ ഷേപ്പിൽ നിന്ന് എടുത്തിട്ടാണ് പല പല വേറെ ഷേപ്പുകൾ ഉണ്ടാകുന്ന പാത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം ഉപാദാനം എന്ന് പറഞ്ഞ കളിമണ്ണ് അവിടെ തന്നെയുണ്ട്. ഫോമിലാണ് മാറ്റങ്ങൾ വന്നത്. ഫോം എന്ന ഭാഗത്തെയാണ് എടുത്തത്. അതാണ് അജ്ഞാനം എന്ന മായ എന്ന ആ ഭാഗത്തെയാണ് എടുക്കേണ്ടത്, ബ്രഹ്മത്തെ അല്ല എന്ന് പറഞ്ഞ കാര്യം. ബ്രഹ്മത്തെ മാറ്റിക്കളയാനല്ല ഇവിടെ പറഞ്ഞേ, അജ്ഞാനത്തെ മാറ്റിക്കളയാനാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഷേപ്പിനെയാണ് മാറ്റുന്നത്, അല്ലാതെ കളിമണ്ണിനെയല്ല. വളരെ ഡീപ്പായിട്ട് ചിന്തിക്കണം. പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. കുറെ സമയം ഇതിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് വേറെ ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? ആചാര്യസ്വാമിക്ക് അല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ലളിതമായിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാകാത്തത് നമ്മുടെ അജ്ഞാനത്തിന്റെ ശക്തി കൊണ്ടാണ്. നമ്മുടെ അജ്ഞാനം അത്രയും വേരൂന്നി കിടക്കുന്നത് കൊണ്ട്, ജന്മജന്മാന്തരങ്ങളായിട്ടല്ലേ നമ്മൾ ജന്മം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഉള്ളിൽ കയറാൻ സമയമെടുക്കും. വലിയ വിഷയമാണ്. പിന്നെന്താ പറയണേ? വേദാന്തികൾ പറയുന്നു ബ്രഹ്മം വിവർത്ത ഉപാദാനം, അതായത് തന്റെ സ്വരൂപത്തെ മാറ്റാതെ ഇളക്കാതെയുള്ള ഉപാദാനം. ബ്രഹ്മം വിവർത്ത ഉപാദാനം എന്നാ പറയുക അതിന്. ബ്രഹ്മത്തിന് വിവർത്ത ഉപാദാനം, മാറ്റമില്ലാതെ. തന്റെ ഷേപ്പിനെ മാറ്റിയിട്ടാണോ ബ്രഹ്മം മായ എടുക്കുന്നത്? അല്ലല്ലോ, ബ്രഹ്മം ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. അപ്പൊ ബ്രഹ്മത്തിനെ വിവർത്ത ഉപാദാനം എന്നാണ് പറയുക വേദാന്തികള്. തന്റെ സ്വരൂപത്തെ മാറ്റാതെ ഇളക്കാതെയുള്ളൊരു ഉപാദാനമാണ് ബ്രഹ്മത്തിന്റെ ഉപാദാനം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം എന്ന ഉപാദാനത്തെ വിവർത്ത ഉപാദാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മായ അഥവാ അജ്ഞാനം ബ്രഹ്മത്തിന്റെ ഒരു ശക്തി, അല്ലെ? അതുപയോഗിച്ചാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ മായ അല്ലെങ്കിൽ അജ്ഞാനം പരിണാമി ഉപാദാനം. ഇത് അതേറ്റാണ് നമ്മൾ ഈ ഒരു വശത്തിലേക്ക് വരുന്നത്. ബ്രഹ്മത്തിന്റെ രണ്ട് ഉപാദാന കാര്യങ്ങളെ ഈ ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞു തരുന്നത്. കാരണം ഇത്രയും മനസ്സിലാക്കി വന്നാല് ഇതൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ വിവർത്ത ഉപാദാനം, മാറ്റമില്ലാതെ ഇരിക്കുന്ന ഒരു ഉപാദാനം, അത് ബ്രഹ്മം. പരിണാമി ഉപാദാനം, അതാണ് അജ്ഞാനം അഥവാ മായ. അത് മാറിക്കൊണ്ടേയിരിക്കും. ശരിയാണല്ലോ, എല്ലാം മാറിക്കൊണ്ടേയിരിക്കല്ലേ, ഒന്നും സ്ഥിരമായിട്ടില്ലല്ലോ. മാറിക്കൊണ്ടേ ഇരിക്കുന്ന, വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപാദാനം. അപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആചാര്യസ്വാമി ഇതിൽ കൂടുതൽ ഇനി ക്ലിയർ ആക്കാൻ പറ്റില്ല. അത്രയും ക്ലിയർ ആക്കി ഇപ്പോൾ ഇവിടെ എന്താ സംഭവം. അതുകൊണ്ടാണ് ഇവിടെ അജ്ഞാനം ച എന്നൊരു വാക്ക് ആ ശ്ലോകത്തിൽ ആചാര്യസ്വാമി ഉപയോഗിച്ചത്. അജ്ഞാനം ച ഉപാദാനം എന്ന് പറഞ്ഞത് ഈ ഉപാദാനത്തെ നശിപ്പിച്ചാൽ ലോകം മിഥ്യ എന്ന് മനസ്സിലാകും. ഈ ഉപാദാനത്തെ, ഏതാണ് ഉപാദാനത്തെ? അജ്ഞാനം ച എന്ന് പറഞ്ഞ ഉപാദാനത്തെ മാറ്റിയാൽ, നശിപ്പിച്ചാൽ ലോകം മിഥ്യ എന്ന് ക്ലിയർ ആവും. എല്ലാ നാമരൂപങ്ങളും മിഥ്യ എന്ന് വരും.
റൗണ്ട് വലിയൊരു ഷേപ്പ് ഉണ്ടായതിൽ നിന്ന് കുറെ ചെറിയ ഷേപ്പുകൾ മാറ്റിയെടുത്തിട്ട് അപ്പൊ ഇതില്ലെങ്കിലോ ഒന്നുമില്ല. എല്ലാ നാമരൂപങ്ങളും മിഥ്യയാണ്. അപ്പോ എവിടെ കർമ്മം? എല്ലാം മിഥ്യയാണെങ്കിൽ പിന്നെ എവിടെ കർമ്മം? കർമ്മമില്ലെങ്കിൽ പിന്നെ എവിടെ അതിനകത്ത് പ്രാരബ്ധം വേറെ സഞ്ചിതം വേറെ ഒക്കെ എവിടെ? ഒന്നുമില്ല. ഒരു കർമ്മവും ഇല്ല, ഒരു പ്രാരബ്ധവും ഇല്ല, ഒരു സഞ്ചിതവും ഇല്ല, ഒന്നുമേ ഇല്ല. എല്ലാത്തിനും കാരണം അജ്ഞാനം. എല്ലാത്തിനും കാരണം അജ്ഞാനം. അത് നീങ്ങിയാൽ ലോകമേ ഇല്ല, പ്രപഞ്ചമേ ഇല്ല. അപ്പോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അതിന്റെ ചെറിയൊരു കാര്യം ഇപ്പൊ പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് വലിയൊരു ഗ്രന്ഥമാണത്. പഠിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. ബ്രഹ്മസൂത്രം. ഇവിടെ വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു തന്നു എങ്ങനെയാണ് ജഗത് മിഥ്യ എന്നുള്ളത്. അങ്ങനെ ജഗത് മിഥ്യയെ മാറ്റിയാൽ നമ്മൾ ഏറ്റിവെച്ചിരിക്കുന്ന ഈ ശരീരം മിഥ്യ. നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ ഇത് പറയുകയുണ്ടായി. പ്രപഞ്ചം മിഥ്യ, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടായ ഈ ശരീരവും മിഥ്യ എന്ന് സുബ്രഹ്മണ്യൻ സാർ അത് പ്രത്യേകം ഓർത്ത് എന്നോട് പറയുണ്ടായി. ആ ഒരു വാചകം ഞാനിപ്പോ വീണ്ടും അത് ഓർക്കുകയാണ്. പ്രപഞ്ചത്തിൽ നിന്ന്, പ്രപഞ്ചം മിഥ്യ ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ ജഗത്തിൽ നിന്ന് ഉണ്ടായ, ജഗത്തിന്റെ തന്നെ എന്താ പറയാ, പിണ്ടാണ്ടം എന്ന് പറയാം. വലിയ ബ്രഹ്മാണ്ടത്തിൽ പിണ്ടാണ്ടമായിട്ടുള്ള ഈ ശരീരവും മിഥ്യ എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടേ? വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അജ്ഞാനമാണ് ഇതിനെല്ലാം മൂല കാരണം. അപ്പൊ അത് നീങ്ങിയാൽ ലോകമേ ഇല്ല. സംസാര കാരണം അജ്ഞാനം. നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, സംസാര കാരണം അജ്ഞാനം, സംസാര കാരണം അജ്ഞാനം എന്ന്. പക്ഷെ ഇങ്ങനെ വിശദമായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു തരുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലേ? സംസാര കാരണം അജ്ഞാനം നമ്മൾ കേൾക്കാത്തതല്ലോ, എത്രയോ കാലമായി കേൾക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, സകല പ്രഭാഷണത്തിലും പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ആചാര്യസ്വാമി ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ബ്രഹ്മം മാറാത്ത ഉപാദാനം, മായ മാറുന്ന ഉപാദാനം, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഡെയിലി സെക്കൻഡിൽ ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു ലോകം. അപ്പോ ആ ഉപാദാനം നഷ്ടേ സതി തസ്മിൻ നഷ്ടേ ഭവിഷ്യതഃ എന്ന് ചോദിച്ചു. ആ മായ എന്ന ഉപാദാനം, അജ്ഞാനം എന്ന ഉപാദാനം, ഒരു പേര് കൂടെ ഇവിടെ പറഞ്ഞല്ലോ, പരിണാമി ഉപാദാനം. പരിണാമി ഉപാദാനം അത് മാറിക്കഴിയുമ്പോ നഷ്ടേ സതി, അതെപ്പോഴാണോ മാറുന്നേ അപ്പോൾ നഷ്ടേ സതി എന്ന് പറഞ്ഞാൽ തസ്മിൻ നഷ്ടേ, അത് മാറുമ്പോൾ, ആ അറിവില്ലായ്മ എന്ന ഉപാദാനം, അജ്ഞാനം എന്ന ഉപാദാനം മാറുമ്പോൾ അതിന്റെ കാര്യമായ ലോകം, മായയുടെ കാര്യമാണ് ലോകം, അജ്ഞാനത്തിന്റെ കാര്യമാണ് ലോകം. അപ്പൊ കാരണമായ അജ്ഞാനം, കാരണമായ മായ മാറുമ്പോൾ കാര്യമായ ലോകം, അതായത് വിശ്വത ഇല്ലാതാകുന്നു. കാര്യമായ ലോകം ഇല്ലാതാകുന്നു. അപ്പൊ പെട്ടെന്ന് ചോദിക്കും, അപ്പൊ നമ്മളിപ്പോ കർമ്മത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നേ? പ്രാരബ്ധ കർമ്മം എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നേ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുണ്ടല്ലോ. ലോകം ഉണ്ടെങ്കിലേ കർമ്മമുള്ളൂ. കാര്യമായ ലോകമില്ലാതെ കണ്ടാവുന്നു. അപ്പൊ ലോകമുണ്ടെങ്കിലേ കർമ്മമുള്ളൂ, കർമ്മമുണ്ടെങ്കിലേ കർമ്മഫലമുള്ളൂ. കർമ്മഫലങ്ങൾ വരുമ്പോഴാണ് പ്രാരബ്ധം വരുന്നത്. അപ്പൊ ഇതൊന്നുമില്ല, ലോകം എന്നൊരു സംഭവം ഇല്ലെങ്കിൽ, അത് മിഥ്യയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. അതെപ്പോഴാണ് മിഥ്യയാകുന്നേ? ജ്ഞാനം ഉദിക്കും. ജ്ഞാനം വരുമ്പോൾ എല്ലാം മിഥ്യ, ആത്മാ മാത്രം അവശേഷിക്കുന്നു, ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, വേറൊന്നുമില്ല അവിടെ. അയമാത്മാ ബ്രഹ്മ, ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അപ്പോ ലോകവുമില്ല, കർമ്മവുമില്ല, എല്ലാം അജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അജ്ഞാനം മാറിയാൽ
ഇതൊന്നുമില്ല, ഒരു കർമ്മവും അവിടെ ബാക്കിയില്ല. അജ്ഞാനം മാറിയ ആളുടെ പേരാണ് ജ്ഞാനി. ആ ജ്ഞാനിക്ക് എന്തില്ല? ആ ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. ഇതാണ് ആചാര്യസ്വാമി ഇവിടെ നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ കൂടെ പറഞ്ഞു. നേരത്തെ ഒരു ശ്ലോകത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഈ ശ്ലോകത്തിൽ വേറൊരു വഴിയിൽ കൂടെയും കൂടെ പറഞ്ഞു. ഇങ്ങനെ ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്നുള്ള കാര്യത്തെയാണ് വീണ്ടും വീണ്ടും ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. കാരണം അതുറക്കണം. അതുറച്ചാലേ നമുക്ക് എന്ത് സാധന ചെയ്തും ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ആ പരമാത്മജ്ഞാനം, ആ മോക്ഷം എന്നുള്ളത് നേടണം എന്നുള്ള ആ ഒരു എന്താ പറയാ, ഒരിക്കലും നശിക്കാത്ത ഒരു ആഗ്രഹം, അതിനുവേണ്ടി എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നല് അപ്പോഴേ ഉണ്ടാവും. പ്രാരബ്ധം ഇനിയും അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല, അല്ലേ? അത് നമുക്ക് സാധാരണ ആലോചിച്ചറിയാലോ. ജ്ഞാനം വന്നാലും പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? എന്നാ പ്രാരബ്ധം അനുഭവിച്ചൊക്കെ തീരട്ടെ, എന്നിട്ട് അടുത്ത ജന്മത്തിൽ നോക്കാം എന്ന് വിചാരിക്കും. പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞിട്ട് മതി എന്ന് തോന്നല് വന്നാലോ? എന്തായാലും പ്രാരബ്ധം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് അജ്ഞാനത്തിനോട് താല്പര്യം വരിക? എന്തായാലും പ്രാരബ്ധം അനുഭവിക്കണം. എന്നാ പിന്നെ ഇതിന് ജ്ഞാനത്തിന് വേണ്ടി ഇത്രയും കടുത്ത് തലകുത്തി നിൽക്കുന്നത്? എന്ത് സാധന കഴിച്ചിട്ട് വേണം ഇത് ജ്ഞാനി ആവണമെങ്കിൽ? എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം, എത്ര കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം, ശൗചം, ധർമ്മ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്തെല്ലാം രീതിയിലാണ് സാധനങ്ങൾ ചെയ്യേണ്ടത്, നിസ്സാരമൊന്നുമല്ല. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെയും പ്രാരബ്ധം അനുഭവിക്കണം വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ജ്ഞാനത്തിലേക്കൊന്നും പോണ്ടെന്ന് തോന്നിയാലോ? ഇങ്ങനെ തോന്നരുത്. ഇത് സുവർണാവസരമാണ്. ജ്ഞാനം ലഭിക്കണം എന്ന് നമുക്ക് തോന്നുന്നത് ഒരു സുവർണാവസരമാണ്, ഒരു നിധി കിട്ടുന്ന പോലെയാണ്. ആ തോന്നലേ ഒരു നിധിയാണ്. എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ള തോന്നല് ഒരു നിധിയാണ്. ആ തോന്നല് കൊണ്ടാണ് ഇപ്പോ അപരോക്ഷാനുഭൂതി എന്ന ആചാര്യസ്വാമിയുടെ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് വരാൻ തോന്നിയതും ഇത്ര നാളായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോ അതിന്റെ വില ഇപ്പൊ മനസ്സിലാവും. ഇപ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. കാരണം അല്ലെങ്കിൽ ആചാര്യസ്വാമി ഇവിടെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരേണ്ട കാര്യമേ ഇല്ല. അപരോക്ഷാനുഭൂതിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരേണ്ട കാര്യമില്ല ശരിക്കും ആചാര്യസ്വാമിക്ക്. എന്തുകൊണ്ടാണ് ആചാര്യസ്വാമി അങ്ങോട്ട് വന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ ജ്ഞാനത്തിന്റെ മഹിമയെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കുറെ ശ്ലോകങ്ങൾ ഇതിനായിട്ട് ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ആചാര്യസ്വാമി ചെയ്തത്. അപ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാവുള്ളൂ. പൂർണ്ണമായിട്ടും ശരിക്കും എനിക്ക് ജ്ഞാനം വേണം, അതിന് ഞാൻ എന്ത് പെയിൻ എടുക്കാനും തയ്യാറാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ജ്ഞാനം വന്ന ശേഷം പ്രാരബ്ധ അനുഭവം ഇല്ല എന്ന് ഉറക്കണം. ഈ അജ്ഞാനത്തിലിരിക്കുന്ന നമുക്കത് ഉറക്കില്ല. നമ്മൾ കാണുന്ന എല്ലാം അജ്ഞാനിയായിട്ടല്ലേ? ഇപ്പൊ നമ്മളെല്ലാം കാണുന്ന അജ്ഞാനത്തിൽ കൂടെ ആണല്ലോ. അജ്ഞാനത്തിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഓർക്കില്ല, അത് നമ്മുടെ മുന്നിൽ വരില്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമി വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്. ഏതായാലും ആചാര്യസ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആചാര്യസ്വാമി പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ, അതിനുള്ള ശക്തി മനസ്സിന് തരട്ടെ, അതിനുള്ള വിവേകം മനസ്സിന് തരട്ടെ, അത് പ്രവർത്തിക്കാനുള്ള ശക്തി തരട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു സർ. സായിരാം. സായിരാം. സായിരാം സർ. സായിരാം.